നമസ്കാരം, ഞാൻ ഡോക്ടർ അജന്ത. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെവിയിൽ ബഡ്സ് അല്ലെ ചെവിത്തോണ്ടി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നും, അല്ലെങ്കിൽ ചെവിയിൽ ബഡ്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇയർ വാക്സ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ റീൽസിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ചെവിയിൽ ബഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതെന്ന്. അപ്പോൾ എന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചൊരു കാര്യം, ഒരുപാട് ആളുകൾ ആദ്യമായിട്ട് കിട്ടിയൊരു ഇൻഫർമേഷനാണ് ചെവിയിൽ ഇതുപോലെ വാക്സ് ക്ലീൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു മറുപടി, അല്ലെങ്കിൽ അവരുടെ ഒരു അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും 10ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ചെവിയുടെ ഘടന പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ടീച്ചർ തന്നെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളൊരു കാര്യമാണ്, ചെവിയിൽ ഇതുപോലെ ബഡ്സോ അല്ലെങ്കിൽ ചെവി തോണ്ടിയോ ഒന്നും യൂസ് ചെയ്ത് വാക്സ് ക്ലീൻ ചെയ്യാൻ പാടില്ല. വാക്സിന് ഇത്ര ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നത് മൂലം ഇത്ര ദോഷങ്ങൾ സംഭവിക്കാം എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് ചെവിയുടെ ഫങ്ഷൻ എന്ന് നോക്കാം. ചെവി നമ്മൾ 2 ഹെൽപ്പാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്നു. 2, നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്നു. നമ്മൾ നേരെ നിൽക്കണം, നമ്മൾക്ക് നടക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരെ സ്റ്റഡി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് നിർബന്ധമാണ്. ഇതും ചെവി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ബഡ്സ് ഇടുമ്പോൾ ശരിക്കും എന്താ പറ്റണമെന്ന് അറിയോ, അല്ലെങ്കിൽ ചെവിയിൽ എന്തോ ആയിക്കോട്ടെ, എന്തിട്ടാലും എന്താ പറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചെവിനെ പൊതുവെ 3ആയിട്ടാണ് തിരിക്കുന്നത്. ഇത് എക്സ്റ്റേണൽ ഇയർ, ഇത് മുതൽ നമ്മുടെ ഈ ഹോള് വരെ എക്സ്റ്റേണൽ ഇയർ, അത് കഴിഞ്ഞ് കർണപടം മുതൽ പിന്നെ ഉള്ളിലോട്ടുള്ളത് മിഡിൽ ഇയർ, പിന്നെ അത് കഴിഞ്ഞ് ഇന്നർ ഇയറും ഉണ്ട്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇയറിലാണ് നമ്മൾ ഈ ബഡ്സ് ഇടുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഇയർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഭാഗം ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ തുടയ്ക്കാൻ ക്ലീൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്തോട്ട് പോകുന്നതാണ് ഈ പ്രശ്നം. അതായത് ഇതിൻ്റെ അകത്തോട്ട് ഈ ഹോള് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇൻ കേസ് ബഡ്സ് ആവാം, നമ്മൾ എന്തൊക്കെയായിട്ട് ക്ലീൻ ചെയ്യുന്ന ബഡ്സ് ഉണ്ട്, ചെവിത്തോണ്ടിയുണ്ട്, ചില ആളുകൾ സെഫ്റ്റി പിന്നായിരിക്കും, സ്ലൈഡുകളായിരിക്കും, പിന്നെ പൊതുവേ ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ വണ്ടിയുടെ കീ ആയിരിക്കാം യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഹോളുണ്ടല്ലോ, ഇതിൻ്റെ തൊട്ട് പുറകിലൂടെ നമുക്കൊരു നെർവ് പാസ് ചെയ്യുന്നുണ്ട്, വേഗസ് നെർവ് എന്ന് പറഞ്ഞിട്ട്, ഒരു ക്രേനിയൽ നെർവാണ് കേട്ടോ. അപ്പോൾ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ചെവിയിൽ ഓരോ സാധനങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നത് കാരണമാവും. അതായത് ഈ ഞരമ്പിൻ്റെ മേലിലാണ് നമ്മൾ ഈ കിടന്ന് ഈ മസാജ് ചെയ്യുന്നത്. ഈ മസാജ് ചെയ്യുമ്പോൾ ഈ നെർവ് സ്റ്റിമുലേറ്റ് ആയി നമുക്കൊരു പ്ലഷർ തരുന്നുണ്ടത്. അതായത് നമുക്ക് ചെവിത്തോണ്ടി ഇടുന്ന ആളുകൾക്കറിയാം, ഇത് ഇടുന്ന സമയത്ത് ഇത് മതി, ചെവിയുടെ ആ ചൊറിച്ചിൽ മാറി, അല്ലെങ്കിൽ ഡിസ്കംഫർട്ടബിൾ മാറി എന്ന് പറഞ്ഞ് നമ്മൾ ആ സാധനം ഉപേക്ഷിക്കില്ല. ഇടും തോറും വീണ്ടും ഇത് ഇടാനുള്ളൊരു ടെൻഡൻസിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം വന്ന് ഇത് മാറ്റി ഉപേക്ഷിച്ചു അടുത്ത ജോലിക്ക് പോകുന്നു എന്നല്ലാതെ, ശരിക്കും ഇത് ഇടും തോറും വീണ്ടും ഇടുക എന്നുള്ളൊരു അഡിക്ഷൻ, അല്ലെങ്കിൽ ഇടാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഈ വീണ്ടും യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാരണം തന്നെ ഇത് നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് ഇടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണ്ടും ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്കവിടെ ഒരു പാട പോലെ, അല്ലെങ്കിൽ ഒരു ഉള്ളിത്തോടിൻ്റെ കനത്തിൽ ഒരു പ്രധാനപ്പെട്ട ചെവിയുടെ ഒരു പാർട്ടുണ്ട്, കർണപടം. ഈ കർണപടത്തിൽ പോയിട്ട് ഈ ചെവി ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനം പോയി തട്ടും. ആദ്യം ചിലപ്പോൾ ഒരു ചെറിയ ഹോളൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഹോളാവുന്ന സമയത്ത് നമുക്ക് ചെവി അടങ്ങിയൊരു ഫീല് വരും. അതായത് കർണപടത്തിൻ്റെ ഒരു പ്രധാന യൂസ് എന്ന് പറഞ്ഞാൽ ശബ്ദ തരംഗങ്ങളെന്ന് ചെല്ലുമ്പോൾ ഈ കർണപടം വൈബ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കുഞ്ഞു ഹോള് വീഴുമ്പോഴത്തേനും തന്നെ ചെറിയൊരു അടപ്പ് മാതിരി നമുക്ക് ചെവിയിൽ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നമുക്ക് ആദ്യം ചെവി ക്ലീൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇട്ട സമയത്ത് അതിൻ്റെ അറ്റത്തൊരു വാക്സ് കണ്ടിരുന്നു. അപ്പോൾ ഈ വാക്സ് ഉണ്ട് ചെവിയിൽ, അത് അടങ്ങിയിട്ടായിരിക്കും നമ്മുടെ ചെവിയുടെ കേൾവി കുറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ഡൾ ഫീല് വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആഴത്തിൽ ഈ എന്താണോ ക്ലീൻ ചെയ്യാൻ ഇട്ടത് ഈ സാധനം ഇടുന്ന സമയത്ത് ആ കർണപടം മൊത്തത്തിൽ പോലും, അതായത് ഒരു പാട പോലെ ചില ആളുകൾ ഇങ്ങനെ എടുക്കും, എന്തോന്ന് ഭയങ്കര അടുക്കായിരുന്നു, ഒരു പാട പോലൊക്കെ എനിക്ക് കിട്ടിയെന്ന് ഭയങ്കര അഭിമാനത്തോടെ പറയും. ഈ കർണപടം മൊത്തത്തിലായിരിക്കും ഈ വലിച്ചു പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പെയിൻ അനുഭവപ്പെടും. എന്നാലും അവരത് നെഗ്ലക്റ്റ് ചെയ്യും, വിടും. ചിലപ്പോൾ ഒരു ബ്ലഡിൻ്റെ അംശമൊക്കെ അതിനകത്ത് കാണും. അവരതും ചിലപ്പോൾ നെഗ്ലക്റ്റ് ചെയ്യും, ഡോക്ടറെ സമീപിച്ചില്ല എന്ന് വരും. അത് കഴിയുമ്പോഴത്തേനും ഒരു 2 ദിവസം കഴിയുമ്പോൾ ചെവിയിൽ നല്ല വേദനയാവും. ചിലപ്പോൾ പഴുപ്പിങ്ങനെ പൊട്ടി ഒലിക്കാൻ തുടങ്ങും. ഈ സമയത്ത് അവർ ആശുപത്രിയിൽ വരും.
അപ്പോഴാണ് ഓട്ടൈറ്റിസ് മീഡിയ എന്നോ അല്ലെങ്കിൽ ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്നോ പറയുന്നുള്ള ഇൻഫെക്ഷൻസ് ഒക്കെയാണ്, ചെവിയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മരുന്നുകൾ, ഗുളികകൾ, അല്ലെങ്കിൽ ചെവി ചില ആളുകൾക്ക് സക്ഷൻ ചെയ്ത് പഴുപ്പ് നിറഞ്ഞൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴുപ്പ് ക്ലീൻ ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകുന്നത്. പിന്നെ ഈ ചെവിയിൽ വരുന്ന ഈ ഇൻഫെക്ഷൻ ശരീരത്തിൽ ഏത് പാർട്ടിലേക്കും സ്പ്രെഡ് ചെയ്യാൻ വരെ കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് ശക്തമായ പനി, വിറയലൊക്കെ വരുത്താൻ പറ്റുന്ന ഒരു ഇൻഫെക്ഷനാണ് ചെവിയിൽ വരുന്നത്. ഇതിൻ്റെയൊക്കെ പ്രധാന ആളാരായിരിക്കും? ചെവിയിലിട്ട് ആ സാധനം വഴി സ്പ്രെഡ് ചെയ്ത ഇൻഫെക്ഷനും ആവാം. പിന്നെ ഈ വാക്സ് ഉണ്ടല്ലോ, നമ്മൾ ഇത്ര സൂക്ഷിച്ച് ഇത്രയും റിസ്ക് എടുത്ത് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കളയുന്ന വാക്സ്, ഈ വാക്സിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നറിയാവോ? എന്നാൽ ഈ വാക്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഈ വാക്സിൻ നമ്മൾ എടുക്കുമ്പോൾ അറിയാം ഇതിനൊരു പശപ്പശപ്പുണ്ട് അല്ലേ? ഈ ഒരു ഉറുമ്പൊക്കെ നമ്മുടെ ചെവി എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സാധനം, നമ്മുടെ വാ പോലെ നമുക്കിങ്ങനെ അടച്ചല്ല, കണ്ണ് പോലെ ഇടയ്ക്ക് അടച്ചു തുറക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് അബദ്ധത്തിൽ ഒരു ഉറുമ്പോ എന്തെങ്കിലും ഒരു പ്രാണികളൊക്കെ, കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ നമുക്ക് ചെവിയിൽ പോയിരുന്നിരിക്കട്ടെ, ഈ വാക്സിൻ നല്ല കട്ടിയുള്ളതും നല്ല പശപ്പശപ്പോട് കൂടിയതുമാണ്. ഈ പ്രാണികളെ അതിൻ്റെ വഴിയിൽ വെച്ച് തന്നെ തടയാൻ, അതായത് അതിൽ ഒട്ടിപ്പിടിപ്പിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് നമ്മുടെ വാക്സ്. ഇത് വാക്സ് ഇല്ലാതെ ക്ലിയറായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാണികളൊക്കെ നേരെ ഉള്ളിലോട്ട് പോയി നേരെ കർണപടത്തിൽ ചെന്നിട്ട് കർണപടം ഡാമേജ് ചെയ്യാൻ അവർക്ക് പറ്റും. അതുമാത്രമല്ല, ഈ സൂക്ഷ്മജീവികളുണ്ടല്ലോ, ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഒക്കെ ഒരു പരിധി വരെയൊക്കെ ഇവരെ നശിപ്പിക്കാനുള്ള ഒരു എഫക്റ്റ് കൂടെ നമ്മുടെ ഈ വാക്സുകൾക്കുണ്ട്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ഈ വാക്സിൻ ഉള്ളിലിരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കർണപടത്തെ വലിയ ശബ്ദങ്ങൾ ഡാമേജ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ശക്തമായ കാറ്റ്, പ്രഹരം ഒക്കെ ഡാമേജ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ഇടയ്ക്കിരിക്കുന്ന ഈ വാക്സ് ഇതിനെയൊക്കെ ഒരു പരിധി വരെയൊക്കെ തടയുകയും ഒരു പരിധി വരെയൊക്കെ നമ്മുടെ കർണപടത്തിനെ ഡാമേജ് ചെയ്യുന്നതിന് നിന്ന് രക്ഷപ്പെടുത്തുകയും ഈ വാക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാക്സൊക്കെ വളരെ കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഓർത്തോണം, ഈ പ്രാണികളൊക്കെ കയറിപ്പോകാൻ അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻസ് ഒക്കെ കയറിപ്പോകാനുള്ള വഴിയൊരുക്കലാണ് നമ്മൾ ഈ ബഡ്സ് ഇടുന്നതിലൂടെ അല്ലെങ്കിൽ ചെവി ക്ലീൻ ചെയ്യാനുള്ള എന്ത് കാര്യമാണെങ്കിലും ഇടുന്നതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെവിയിൽ പറ്റുന്നത്രയും ആരും ഒരു വസ്തുക്കളും ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. നല്ല ശതമാനം, അതായത് ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ വാക്സ് അപകടകാരിയല്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വാക്സ് ക്ലീൻ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികൾക്കൊന്നും അങ്ങനത്തെ വലിയ ഇഷ്യൂസ് വരാറില്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ചില ആളുകളിൽ ഈ വാക്സ് കട്ട പിടിക്കും. ഈ വാക്സ് കട്ട പിടിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ചെവിയിലുള്ള മൂളൽ പോലെ കേൾക്കുകയോ, അല്ലെങ്കിൽ ചെവിയിലൊരു ഡൾനെസ് ഫീൽ ചെയ്യുകയോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കേൾവിയിൽ ചെറിയ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറയും, ശരിയാ വാക്സ് കട്ട പിടിച്ചിരിപ്പുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വാക്സ് അലിക്കാനുള്ള മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഈ വാക്സ് നോർമൽ അളവിനേക്കാൾ കൂടുതൽ അവിടെ വരുന്ന സമയത്ത് ഇത് പോകാനുള്ള മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. ഈ മെക്കാനിസം നഷ്ടപ്പെടുന്ന സമയത്ത് മാത്രമേ ഈ വാക്സ് ഒരു അപകടകാരിയാകാവുള്ളൂ. അപകടം എന്ന് വലിയൊരു അപകടമൊന്നും അല്ല കേട്ടോ. മാക്സിമം ഇതുപോലൊരു ചെറിയ ടിനിറ്റസ് എന്ന് പറയുന്നത്, അതായത് ചെവിയിലൊരു മൂളൽ പോലെ കേൾക്കുക, അല്ലെങ്കിൽ ഒരു ഡൾനെസ് ഫീൽ ചെയ്യുക, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വാക്സ് അലുത്ത് പോകാനുള്ള സൊല്യൂഷൻസ് ഒക്കെ കിട്ടും. ഇത് ചെവിയിൽ ഒരു 2 ആഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ മിക്കവാറും വാക്സ് തനിയെ തന്നെ ക്ലിയർ ആവും. അങ്ങനെ ക്ലിയർ ആവാത്ത ആളുകൾക്ക് ഒരു ENT ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഡ്രൈ സെക്ഷൻ ചെയ്തു തരും, കർണപടത്തിലൊന്നും ടച്ച് ചെയ്യാതെ. അത് വല്ലപ്പോഴും ചെയ്യേണ്ടി വന്നു, അല്ലാതെ നല്ല ശതമാനം 99% ആളുകൾക്കും ചെവിയിലെ വാക്സ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകളിൽ വാക്സ് കട്ട പിടിക്കാനും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അവർ മാത്രമേ അത് ക്ലീൻ ചെയ്യാൻ നടക്കാവുള്ളൂ. അതും ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ? നമ്മുടെ ബഡ്സ് ഒന്നും ഇട്ടിട്ടല്ല. ഈ ബഡ്സ് ഇടുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതായത് ഇങ്ങനെയാണ് നമ്മുടെ ആ ഹോള് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ബഡ്സ് ഇടുന്ന സമയത്ത് ഈ ഇടുന്ന സമയത്ത് തന്നെ ഈ ചുറ്റും ഇരിക്കുന്ന വാക്സ് എല്ലാം കൂടെ നമ്മൾ തള്ളി നേരെ ഇവിടെ കർണപടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കർണപടത്തിൻ്റെ അറ്റത്ത് കൊണ്ട് വെക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഇങ്ങനെ തോണ്ടി എടുക്കാൻ കറക്റ്റായിട്ട് അത് മൊത്തത്തിൽ പോകുന്നുമില്ല. ഈ വഴിയിലിരിക്കുന്ന വാക്സിനെ മൊത്തം നമ്മളിങ്ങനെ പുഷ് ചെയ്ത് ഈ കർണപടത്തിനോട് ചേർത്ത് വെക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടുതൽ കർണപടം വൈബ്രേറ്റ് ചെയ്യുന്നത് തടയാനൊരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ചെവിയിലുള്ള ബഡ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചെവിത്തോണ്ട് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു ശരിയായ ടെക്നിക്ക് അല്ല.
ഓക്കെ. അപ്പോൾ ചെവിയിലൊന്നും ഇടരുത്. പല ആളുകളും അവരവരെന്തായാലും ഇട്ട് ശീലമായി. കാരണം ഈ വേഗസ് നെർവിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്ലഷർ അനുഭവിച്ച ആളുകൾക്ക് ഇത് വീണ്ടും വീണ്ടും ഇടാൻ തോന്നും. അത് ശരിയാണ്, അവർക്ക് ചിലപ്പം ഈ ശീലം മാറ്റാൻ പറ്റിയില്ല എന്ന് വരാം. പക്ഷെ നമ്മുടെ കുഞ്ഞു മക്കൾ, പല ആളുകളും ഈ കുട്ടികൾക്ക് ഉൾപ്പെടെ ഇതിട്ട് ക്ലീൻ ചെയ്യുന്ന കാണാറുണ്ട്. ശരിക്കും അതൊരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതേ അല്ല. കുട്ടികൾക്ക് ഒരിക്കലും നമ്മളത് യൂസ് ചെയ്യിപ്പിക്കരുത്. അത് ശീലമായോ അവർ വലുതാകുമ്പോൾ അതിടും. അത് കാരണം പിന്നെ മറ്റ് ചില അലർജി ഇഷ്യൂസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഓട്ടൈറ്റിസ് മീഡിയ, ഓട്ടൈറ്റിസ് എക്സ്റ്റേണ, വെർട്ടേഗോ അല്ലെങ്കിൽ ഇങ്ങനെ ടിനിറ്റസ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ വാക്സ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ അവിടെ ഇൻസേർട്ട് ചെയ്യുന്നത് മൂലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവായി ആരും ചെവിയിൽ ഒരു വസ്തുക്കളും ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ യൂഷ്വലി ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഈ ഒരു ടോണിലാണ് വീഡിയോ എടുക്കുക കേട്ടോ. പിന്നെ റീൽസ് ചെയ്തപ്പോൾ ഒന്നൊരു ടെക്നിക്ക് മാറ്റി പിടിച്ചതാണ്. ഒരു ശാന്തമായി സംസാരിച്ച പല ആളുകളുടെ ചെവിയിൽ ഇതൊന്നും കയറൂല. അപ്പം അതുകൊണ്ടാണ് ഒരു ഭീഷണി സ്വരത്തിൽ ചെവിയിലൊന്നും ഇടാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞത്. പക്ഷേ അത് നന്നായി. അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ഇത്രയും അധികം ആളുകളിലേക്ക് എത്തിയത്. അതുകൊണ്ട് എന്തായാലും ചെവിയിലൊന്നും ഇടരുത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏകദേശം എന്തുകൊണ്ടാണ് ചെവി ക്ലീൻ ചെയ്യേണ്ട, അല്ലെ ചെവിയിൽ ഒരു വസ്തുക്കളും ഇടണ്ട എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി താഴെ കമൻ്റായിട്ട് പോരട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.